വിങ്സ് അക്കാദമിയുടെ അക്കൗണ്ടൻസി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മുടെ അക്കൗണ്ടൻസിയുടെ +2 സെക്കൻഡ് ചാപ്റ്ററാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ചാപ്റ്റർ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി പാർട്ട്ണർഷിപ്പ് ഫേം എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ ഉള്ളിലുള്ളതാണ് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പഠിക്കാനുള്ളത്. അതിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന് നമ്മളൊരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. is an internal change in the nature of relationship among members. അതാണ് മെമ്പേഴ്സിന്റെ ഇടയിൽ പാർട്ട്ണർഷിപ്പ് ഫേമിലെ മെമ്പേഴ്സ് പാർട്ട്നേഴ്സ് ആണ്. ഈ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഉള്ള ഒരു ഇന്റേണൽ ചേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നിലവിലുള്ള നമ്മുടെ സ്ഥാപനത്തിലേക്ക് പുതിയ ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തി വരുന്നത് മൂലം സ്ഥാപനത്തിന് ഉള്ളിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സിന്റെ ഇടയിൽ വരുന്ന മാറ്റങ്ങൾ, എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ടോ ആ മാറ്റത്തിനെ വിളിക്കുന്ന പേരാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന്. ഈ റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുന്നത് പാർട്ട്ണർഷിപ്പ് ഫേമിൽ പല കാരണങ്ങളാലാണ്. അതിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ടത് ഒന്ന്, പുതിയൊരു പാർട്ട്ണർ സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്ഥാപനത്തിലെ ലാഭത്തിന്റെ വിഹിതത്തിന് മാറ്റം വരും. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ആകും, കിട്ടുന്ന ലാഭത്തിൽ മാറ്റം വരും. അതുകൊണ്ട് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതാണ് ഫസ്റ്റ് വൺ വരുന്നത്. സെക്കൻഡ് വൺ വരുന്നത്, നിലവിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് ഒരു പുതിയ പങ്കാളി വരുമ്പോൾ നിലവിലുള്ള പങ്കാളികൾക്കിടയിൽ ഉണ്ടാകുന്ന മാറ്റം, അതാണ് അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ. എ ന്യൂ പാർട്ട്ണർ കം ഇൻ ടു ദ ബിസിനസിനെ ആണ് എന്ത് പേര് വിളിക്കുക? അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഇനി അതേപോലെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഫേമിലെ വൺ ഓഫ് ദ പാർട്ട്ണർ ഈസ് ഗോയിങ് ഔട്ട്സൈഡ് ദ ബിസിനസ് ഡ്യൂ ടു ഇൽ ഹെൽത്ത് ആകാം, അല്ലെങ്കിൽ ഷിഫ്റ്റ് ദ ബിസിനസ് ഇൻട്രസ്റ്റ് ആകാം. അങ്ങനെ പല കാരണങ്ങളാൽ നിലവിലുള്ള പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് ഒരു പങ്കാളി റിട്ടയർ ചെയ്തു പോകും. ആ റിട്ടയർ ചെയ്തു ഉണ്ടാകുന്ന പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ഇൻസൈഡിൽ ഉള്ളിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് റിട്ടയർമെന്റ് ഓഫ് പാർട്ട്ണർ എന്നതിൽ വരാം. അതേപോലെ നിലവിലുള്ള ഒരു പാർട്ട്ണർ എന്തായി പോകും? പെട്ടെന്ന് മരിച്ചു പോകാം, അപ്പോഴും മാറ്റങ്ങൾ വരും, ഡെത്ത് ഓഫ് ദി പാർട്ട്ണർ. ഇത് കൂടാതെ അമാൽഗമേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞ പുതിയൊരെണ്ണം കൂടി, പുതിയതല്ല, റീകോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പെടുന്നത്. അത് +2കാർക്ക് പഠിക്കാനില്ല, അത് ഡിഗ്രിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. +2 സിലബസിൽ ആ ഒരു സംഭവം നമുക്ക് ഇല്ല. അപ്പോൾ ഇവിടെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്, റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്നാൽ എന്തൊക്കെയാണ്? ഇന്റേണൽ ചേഞ്ച് ആണ്. എവിടത്തെ? ദ നേച്ചർ ഓഫ് ദി പാർട്ട്ണർഷിപ്പ് ഫേമിലെ മെമ്പേഴ്സിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഇന്റേണൽ ചേഞ്ച്, അതാണ് ഈ പറഞ്ഞത് ദ നേച്ചർ ഓഫ് ദ റിലേഷൻഷിപ്പ് എമംഗ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ആൻഡ് അമാൽഗമേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. ഇതില് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ഈ വൺ വേർഡ് ക്വസ്റ്റ്യനിൽ പറയുന്നതാണ്, ഇതിൽ നമുക്ക് ഏതെങ്കിലും 4 ഓപ്ഷൻ തരും. അതിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻ തരും. ആ 4 ഓപ്ഷനിൽ 3 എണ്ണം ഇൻക്ലൂഡ് ആയിരിക്കും. ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരെണ്ണം ഏതാണ്? അമാൽഗമേഷൻ ആണ്. അപ്പൊ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ തരുമ്പോൾ ഒരെണ്ണവും തരും, ബാക്കി 4 എണ്ണം വേറെ തരും. അത് 4 ഏതെങ്കിലും ചാപ്റ്ററിൽ 4 ഐറ്റംസ് എടുത്ത് തരും. എന്നാൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ നോട്ട് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞൊരു വൺ വേർഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ അതിൽ എന്തായിരിക്കും? അമാൽഗമേഷൻ ആയിരിക്കും. ഇതാണ് നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ സ്റ്റാർട്ടിങ്ങിൽ പറയാനുള്ളത്. ഇതാണ്. ഇനി തന്നത് ഇതിൽ ഒന്നാമത്തത് ഫസ്റ്റ് വൺ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്. ആ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. എങ്ങനെയാണത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണാം. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, +2 അക്കൗണ്ടിങ്ങിൽ തിയറീസ് ഭയങ്കര കുറവാണ്. തിയറീസ് വരുന്നത് തന്നെ പ്രോബ്ലം ചെയ്യുന്നതിന്റെ പ്രൊസീജിയേഴ്സ് ആണ് കൂടുതൽ. അല്ലാതെ തിയറി എന്നും പറഞ്ഞിട്ട് നമുക്ക് എഴുതി പഠിക്കാനുള്ള തിയറീസ് കുറവാണ്, വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ എന്ന് പറയുമ്പോൾ ഈ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് തിയറി നിങ്ങൾക്ക് എഴുതി തരാനോ പറഞ്ഞു തരാനോ ഇല്ല. അത് പക്ഷെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും. നോക്കാം ഇവിടെ
രണ്ട് പാർട്ട്ണറാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഒന്ന് ഗഫൂറും മറ്റൊന്ന് ഗണേഷ് എന്ന് പറഞ്ഞ രണ്ട് പാർട്ട്നേഴ്സ് ആണ്. അവര് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. ഷെയറിംഗ് പ്രോഫിറ്റ്സ് മാത്രമായിരിക്കില്ല, എപ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിരിക്കും. ഒന്നുകിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. ഇൻ ദ റേഷ്യോ ഓഫ് 3:2 they admitted George as a new partner for 1/6 share in the firm. ഇങ്ങനെയാണെങ്കിൽ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗഫൂറും ഗണേഷും പഴയ പാർട്ട്നേഴ്സ് ആണ്. അവർക്ക് ലാഭത്തിന്റെ 3/5 2/5 ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. എന്താ പറഞ്ഞാൽ 3:2. അതായത് പുതിയ വ്യക്തി വരുന്നതിന് മുൻപ് അവരുടെ റേഷ്യോ 3:2 ആയിരുന്നു. സ്ഥാപനത്തിലുള്ള പ്രോഫിറ്റ് ഫസ്റ്റ് പാർട്ടി 3/5, 3 + 2 5 is to 2/5. ഈ 5 രണ്ടും കൂടി ആഡ് ചെയ്ത് വരുന്നതാണ്. ഇനി ഇങ്ങനെയാണ് അവര് പ്രോഫിറ്റ് നേരത്തെ ഡിവൈഡ് ചെയ്തിരുന്നത്. ഇപ്പോ പുതിയൊരു വ്യക്തി അവിടേക്ക് വരികയാണ്. അയാൾക്ക് 1/6 ഷെയർ, പ്രോഫിറ്റിന്റെ 1/6 ഷെയർ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ പുതിയതായി വരുന്ന വ്യക്തിയുടെ, അതായത് പുതിയൊരാളും കൂടി വന്നു കഴിഞ്ഞാൽ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്തായിരിക്കും? അതാണ് ന്യൂ റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ എടുക്കുന്നത് ടോട്ടൽ റേഷ്യോ ഈക്വൽ ടു 1. ടോട്ടൽ റേഷ്യോ ഈക്വൽ ടു 1 എന്ന് പറയും. അതായത് ഈ 3/5 പ്ലസ് 2/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 + 2 5 ആണ്. 5/5 ഈക്വൽ ടു 1. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ ഇത് വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ റേഷ്യോ 1 ആയിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ഒന്നും കൂടി ഇതാണ്. ആദ്യത്തെ പാർട്ടി ഗഫൂർ ആണ്, രണ്ടാമത്തെ പാർട്ടി ഗണേഷ് ആണ്, മൂന്നാമത്തെ പാർട്ടി ജോർജ് ആണ്. ഇവര് 3 പേരുടെയും റേഷ്യോ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇതിൽ നമുക്ക് ഈ മൂന്നാമത്തെ ആളുടെ ജോർജിന്റെ നമുക്കറിയാം എത്രയാണ്? 1/6 ആണ് അല്ലെ? മൂന്നാമത്തെ ആളുടെ G3 എന്ന് പറയുന്ന ആളുടെ 1/6 ആണ്. ജോർജിന്റെ റേഷ്യോ 1/6 ആണ്. അങ്ങനെ വരുമ്പോ ഈ ഫസ്റ്റ് പാർട്ടിയുടെയും സെക്കൻഡ് പാർട്ടിയുടെയും റേഷ്യോ എന്ന് പറയുന്നത് ഈ 1ൽ നിന്ന് 1/6 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് LCM കണ്ട് ചെയ്യാന്നൊക്കെയാണ് പഠിച്ചേക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഈ 6ൽ നിന്ന് 1 കുറയ്ക്കാം. ഈ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1 ആണ് അല്ലേ? ഈ 1/1 നമ്മൾ ചെയ്യുമ്പോൾ 1 × 6, അതായത് ക്രോസ് ചെയ്യാം. 1 × 6 6 മൈനസ് 1 × 1 1 ഡിവൈഡഡ് ബൈ 1 × 6 6 ചെയ്യുമ്പോൾ നമുക്ക് 5/6 കിട്ടും. 2 പേരുടെയും കൂടി മാത്രം കിട്ടുന്നത് 5/6 ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ ആളുടെ കാണാം. G1 ഈക്വൽ ടു 5/6 ഇൻറ്റു 3/5. അതായത് ജിയുടെ ഫസ്റ്റ് ആളുടെ 3/5, അതായത് G1ന്റെ ഗഫൂർ എന്ന് പറഞ്ഞ ആളുടെ 3/5 ആണ്. അപ്പോ 5/6ല് 3/5 എത്രയാണെന്ന് കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കുമ്പോ 5 × 5 5 × 3 15 ഡിവൈഡഡ് ബൈ 5 × 6 30. അപ്പൊ ഫസ്റ്റ് പാർട്ടിയുടെ 15/30 കിട്ടി. ഇനി G2 എന്ന് പറഞ്ഞ രണ്ടാമത്തെ വ്യക്തിയുടെ കണ്ടുപിടിക്കുമ്പോ 5/6 ഇൻറ്റു 2/5 ആണ് വരാം. അയാളുടെ 2 ആണ്, 2/5 ആണ്. ചെയ്യുമ്പോ 5 × 2 10 ഡിവൈഡഡ് ബൈ 6 × 5 30. ഇപ്പൊ 2 പാർട്ടിയുടെയും കിട്ടി. ഇനി തേർഡ് പാർട്ടിയുടെ നമ്മൾ കണ്ടുപിടിക്കുമ്പോ G3 ഈക്വൽ ടു അയാളുടെ 1/6 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 1/6 ഇൻറ്റു ഈ 6നെ നമുക്ക് എന്താക്കി മാറ്റാം? ഈ 30 ആക്കി മാറ്റാം. അപ്പൊ 30 ആക്കി മാറ്റുമ്പോ 5/5 ചെയ്താൽ മതി അല്ലെ? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ മുകളിലുള്ള 1നെയും അടിയിലുള്ള 6നെയും നമ്മൾ ഒരേപോലെ ഒരു ഐറ്റം കൊണ്ട് മൾട്ടിപ്ലൈ, അതായത് ഒരു നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ കിട്ടുന്നത് ഇവിടെ 5/30 ആണ്. റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. 15:10 അതേപോലെ 5 കിട്ടും. അതിനെ നമുക്ക്
റേഷ്യോ എപ്പോഴും എങ്ങനെയായിരിക്കണം? ചെറുതായിരിക്കണം എന്നുണ്ട്. റേഷ്യോ എപ്പോഴും ചെറിയ എമൗണ്ട്, ചെറിയ നമ്പർ ആയിരിക്കണം. ഇതിൽ കോമൺ പോകുന്ന ഐറ്റം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഇവിടെ കോമൺ ആയിട്ട് 3 5 പോകും. അപ്പൊ നമ്മൾ ചെറുതാക്കുമ്പോൾ കിട്ടും 3:2:1. ഇങ്ങനെയാണ് ഫസ്റ്റ് മെത്തേഡ് പ്രകാരം എന്ത് കണ്ടുപിടിക്കുക? ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുന്ന രീതി. ഈ മെത്തേഡ് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അതായത് എക്സാം നമുക്ക് 8 മാർക്കിന്റെ എസ്സേ വരുന്ന ചാപ്റ്ററാണ്, ഷുവർ ചാപ്റ്ററാണ്. അപ്പൊ അതിൽ വരുമ്പോൾ നമുക്കിത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുന്ന ഫസ്റ്റ് മോഡൽ. അതാണ് ഫസ്റ്റ് മോഡലിൽ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓൾഡ് പാർട്ട്നേഴ്സിന്റെ റേഷ്യോ തന്നിട്ടുണ്ടായിരിക്കും, ഒപ്പം ന്യൂ പാർട്ട്ണറുടെ റേഷ്യോ ഉണ്ടാകും. ഇതിൽ കൂടുതൽ ഒന്നും ഒരു ഇൻഫർമേഷനും എന്തിലുണ്ടാവില്ല? നമ്മുടെ ഫസ്റ്റ് മെത്തേഡിൽ ഉണ്ടാവില്ല. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റിനിലേക്ക് പോകാം നമുക്കപ്പോ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നോക്കാം. അവിടെ Das and Sina are partners sharing profits and losses in the ratio of 4:1. അപ്പോൾ ഓൾഡ് റേഷ്യോ 4:1 ആണ്. ബാക്കി നോക്കാം. They admitted പാൽ, മൂന്നാമത്തെ ഒരു വ്യക്തി അവർ അഡ്മിറ്റ് ചെയ്യാണ് പാൽ as a partner. ഇനി പാൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അയാളുടെ റേഷ്യോ, അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കിട്ടുന്നത് Das sacrificed 1/3 of his share and Sina 2/3 of his share in favor of Paul എന്നാണ്. എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറയുന്ന വ്യക്തി പാലിന് കൊടുക്കുന്നത്, അപ്പൊ ഡി പ്രൊവൈഡ് ചെയ്യുന്നത്, ഡി സാക്രിഫൈസ് ചെയ്യുന്നത് അയാളുടെ ഷെയർ 4:1 ആണ്. അയാളുടെ ഷെയർ 4/5 ഇൻറ്റു അയാൾ സാക്രിഫൈസ് ചെയ്യുന്നത് 1/3 ആണ്. അപ്പോ 4/50 4/15 ആണ് വരും. അടുത്തത് ഇതേപോലെ തന്നെ എസ്സും സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. എസ് സാക്രിഫൈസ് ചെയ്യുന്നത് അയാളുടെ ഷെയർ 1/, വരുന്നത് 1/, ആണ്. അയാളുടെ ഷെയർ 1/5 ഇൻറ്റു 2/3 ആണ്. അയാളുടെ ഷെയർ വരുന്നത് 1/5 ഇൻറ്റു 2/3 ആണ് വരും. അപ്പോ 2/15 വരും. ഇനി നമുക്ക് ഡിയുടെ ന്യൂ റേഷ്യോ കാണാം. ഡി ന്യൂ റേഷ്യോ ഈക്വൽ ടു, അപ്പോ ഡിക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന 4/5 നിന്ന് അയാള് 4/15 പാലിന് വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്ത് കൊടുക്കാം. 4/5 മൈനസ് 4/15. പ്ലസ് മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ LCM കണ്ട് ചെയ്യും, അല്ലെങ്കിൽ ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ 4 × 15 60 മൈനസ് 5 × 4 20 ഡിവൈഡഡ് ബൈ 5 × 15 75 ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 75. അടുത്തത് എസിന്റെ ന്യൂ റേഷ്യോ ആണ്. എസ് ഈക്വൽ ടു അയാൾക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് 1/5 ആണ്, മൈനസ് അതിൽ നിന്ന് 2/15 അയാള് പാലിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യും. അപ്പോ മൈനസ് ചെയ്യുമ്പോൾ 1 × 15 15 മൈനസ് 5 × 2 10 ഡിവൈഡഡ് ബൈ 5 × 15 75. 5 × 15 75 ഈക്വൽ ടു 5/75 ഇങ്ങനെ വരും. ഇനി 3 പേരുടെ റേഷ്യോ, ഇപ്പൊ ഡിയുടെ ന്യൂ റേഷ്യോ കിട്ടി, എസിന്റെ ന്യൂ റേഷ്യോ കിട്ടി. ഇനി 3 പേരുടെയും കൂടി എടുക്കാം. ഡി ഈസ് ടു S is to P equal to
40:5. ഇനി മൂന്നാമത്തെ കാണാനായിട്ട് ഫസ്റ്റ് മെത്തേഡിൽ നിന്ന് വ്യത്യാസമായിട്ട് നമുക്ക് വേറൊരു മെത്തേഡ് കൂടി യൂസ് ചെയ്യാം. 40ഉം 5ഉം 45, 75 നിന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടും 30 വരും. ഇനി റേഷ്യോ എന്ന് പറഞ്ഞാൽ സ്മോൾ ഫാക്ടർ ആയിരിക്കണം. നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? അതിനെ ചെറുതാക്കി കൊടുക്കുക. ചെറുതാക്കുമ്പോൾ ഇതില് ഈക്വൽ ആയിട്ട് എല്ലാത്തിലും കോമൺ ഫാക്ടറായി 5 പോകും. അപ്പോൾ 40നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 വന്ന്, 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വന്ന്, 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 വന്നു. അപ്പൊ നമുക്ക് 8:1:6 ആയിരിക്കും നമ്മുടെ റേഷ്യോ വരിക. 8:1:6, 8:1:6 ഇങ്ങനെ നമുക്ക് റേഷ്യോ കിട്ടും. നിങ്ങൾക്ക് ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് കൊടുത്തിരുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തു നോക്കാനാണ്. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. നിങ്ങൾ സ്വന്തം ഇത് കിട്ടിക്കഴിഞ്ഞിട്ട്, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. സ്വന്തമായിട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്, അതിന് ഞാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്ഷൻ നിങ്ങൾ നോക്കുക. ഓപ്ഷൻ നോക്കിയിട്ട് ഓപ്ഷനിൽ ഏതാണ് നിങ്ങൾ ചെയ്ത് വരുമ്പോൾ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ വീണ്ടും കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരെണ്ണം. ഇതേപോലെ തന്നെ സാക്രിഫൈസ് ആൻഡ് അഡ്മിറ്റഡ് ഹൂ സെറ്റ്സ് the 1/5 share, new profit sharing ratio if Z acquires 3/20 from X and 1/20 from Y ആണ്. വുഡ് ബി അങ്ങനെയാണെങ്കിൽ ഈ റേഷ്യോയില് ഏതാണ് വരിക? ഇവിടെ നിങ്ങൾ നേരിട്ട് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് ചെയ്യുന്നത് ഈ 3/5 എന്ന് പറയുന്ന ഓൾഡ് റേഷ്യോയിൽ നിന്നും അക്വയർ എന്ന വാക്കാകുമ്പോ എന്ത് ചെയ്ത് കൊടുക്കുക? 3/5 മൈനസ് 3/20. ഫസ്റ്റ് പാർട്ടിയുടെ കിട്ടിക്കഴിഞ്ഞു. സെക്കൻഡ് പാർട്ടിയുടെ ചെയ്യുമ്പോൾ അതേപോലെ 2/5 മൈനസ് 1/20 ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് മോഡൽ, ഈ മോഡലിലും നമുക്ക് എന്ത് കിട്ടും? ന്യൂ റേഷ്യോ കിട്ടും. ഇതും നിങ്ങൾ ചെയ്ത് വർക്കൗട്ട് ചെയ്തിട്ട് ഇതിലേതാണ് റേഷ്യോ എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നേക്കുന്നതാണ്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആൻസർ കിട്ടാൻ നിങ്ങൾക്ക് പറ്റും, ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ളൊരു ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ഒരു അറിവ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യുക. അത് ആൻസർ നിങ്ങൾ കമന്റ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് പാർട്ട് നമ്മുടെ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ ആണ്. ഇത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഗുഡ് വിൽ എന്നാൽ എന്താണെന്ന് അറിയണം. ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ റെപ്യൂട്ടേഷൻ ആണ്. ഏതൊരു സ്ഥാപനത്തിന് എന്തുണ്ട്? റെപ്യൂട്ടേഷൻ ഉണ്ട്. ഈ റെപ്യൂട്ടേഷൻ ഒരു സ്ഥാപനത്തിന് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ആ സ്ഥാപനത്തിന് ഓരോ വർഷം ചെല്ലും തോറും പ്രോഫിറ്റിന്റെ എമൗണ്ട് കൂടി വരണം. പ്രോഫിറ്റ് കൂടി വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇതാണ്: പുതിയ കുറെ കസ്റ്റമേഴ്സ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഇടയിൽ നമ്മുടെ സ്ഥാപനത്തിന് ഒരു പേരുണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മുടെ സ്ഥാപനത്തിന് ഗുഡ് വിൽ ഉണ്ടെന്ന് പറയാം. ഗുഡ് വില്ല് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഈ ഇൻടാഞ്ചിബിൾ അസറ്റ് ഓരോ ബിസിനസ്സുകാരനും എൻജോയ് ചെയ്യുന്ന ഒന്നാണ്. എക്സ്ട്രാ ബെനിഫിറ്റ് അയാൾക്ക് ഉണ്ടാകുമ്പോൾ, ബിസിനസ്സുകാർക്ക് ഉണ്ടാകുമ്പോൾ ആ ബിസിനസ്സുകാർ അത് എൻജോയ് ചെയ്യുന്നു. സമൂഹത്തിന്റെ മുന്നിൽ ഒരു വില വരുന്നു, ആ സ്ഥാപനത്തിന് വരുന്നു. ആ സ്ഥാപനത്തിന്റെ പേരിനാണ് അവിടെ ഇമ്പോർട്ടന്റ്. വ്യക്തിക്കല്ല, സ്ഥാപനം ആര് ഓപ്പൺ ചെയ്തിരിക്കുന്നു, അത് ആര് നടത്തിക്കൊണ്ട് പോകുന്നു, അവർക്കല്ല അവിടെ വാല്യൂ. ആ സ്ഥാപനത്തിനാണ് ആ വാല്യൂ. ആ സ്ഥാപനത്തിന് അതുകൊണ്ട് തന്നെ ഗുഡ് വിൽ ഉണ്ടെന്ന് നമ്മൾ പറയും. ഈ ഗുഡ് വില്ലിന് പല രീതിയിലാണ് നമ്മൾ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. സ്ഥാപനത്തിന്റെ, നമ്മുടെ ഫേം എങ്ങനെയാണോ, ഏത് തരത്തിലുള്ള ഫേം ആണോ, അതായത് വർക്കിംഗ് കണ്ടീഷൻസ്, വർക്കിംഗ് നേച്ചർ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫേമിന്റെ ഗുഡ് വില്ല് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ ഫേമിന്റെ ഗുഡ് വിൽ കണ്ടുപിടിക്കുന്നതിന് ഡിഫറെന്റ് മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. ആ മെത്തേഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് മെത്തേഡ് ആയിട്ടുള്ള ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ്.
അത് പറയാൻ കാരണം ഈ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് നമുക്ക് ഈ ചാപ്റ്ററുകളിൽ വരുന്ന ക്വസ്റ്റ്യൻസിൽ, അതായത് എസ്എ ക്വസ്റ്റ്യൻ 8 മാർക്കിന്റെ ക്വസ്റ്റ്യന്റെ ഉള്ളിൽ നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കണ്ടുപിടിക്കാൻ വരും. എന്നിട്ടാണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറയുന്നത്, പ്രോബ്ലം ചെയ്യേണ്ടി വരിക. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് മെത്തേഡ് നമുക്ക് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. അത് തന്നെയാണ് ന്യൂ റേഷ്യോയുടെ ഫസ്റ്റ് മെത്തേഡിന്റെ പ്രത്യേകത. ന്യൂ റേഷ്യോയുടെ ഫസ്റ്റ് മെത്തേഡും എന്ത് തന്നെയാണ്, ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ വലിയ ക്വസ്റ്റ്യൻസിലൊക്കെ ന്യൂ റേഷ്യോ നമുക്ക് ഇടയ്ക്ക് കാണേണ്ടതായിട്ട് വരും. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് ഫസ്റ്റ് മെത്തേഡ്. ഇവിടെയും ഈ മെത്തേഡ് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മെത്തേഡ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ മെത്തേഡുകളിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ലാത്ത ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കില്ല. ഇപ്പൊ ഫസ്റ്റ് ടൈമിനായാലും ഉണ്ട്, സെക്കൻഡ് ടൈമിനും വരും, മോഡലിനും വരും, ആനുവലിനും വരും. അത് ഏതെങ്കിലും ഒരു മെത്തേഡ്, ഇന്ന മെത്തേഡ് വരുള്ളൂ എന്ന് നമുക്ക് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു തരാൻ പറ്റില്ല. ഈ മെത്തേഡിൽ ഒരെണ്ണം ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതില് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡില് ഗുഡ്വില്ല് കാണാനായിട്ട് നമ്മൾ പഠിക്കുകയാണ്. ഗുഡ്വിൽ ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് പർച്ചേസ്. ക്വസ്റ്റ്യനില് തരും, ഇതുണ്ടോന്ന് നോക്കണം. അതായത് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് പർച്ചേസ് ആണ്. ഇവിടെ ഒന്ന് നോക്കുക നിങ്ങൾ, എന്താ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ ഓൺ ദി ബേസിസ് ഓഫ് 4 years പർച്ചേസ് ഉണ്ടാ, അങ്ങനെ നമുക്ക് തരും. പക്ഷെ ഗുഡ്വില്ല് കാണാൻ പറഞ്ഞേക്കണ എങ്ങനെയാണ്, പ്രോഫിറ്റ് ഫോർ ദി പാസ്റ്റ് 5 years വർക്ക്, 5 വർഷത്തെ പ്രോഫിറ്റ് നമുക്ക് തന്നിരിക്കുകയാണ്. ഈ പ്രോഫിറ്റ് തന്നിട്ട് പറയാണ് കാൽക്കുലേറ്റ് ഗുഡ്വിൽ ഓൺ ദ ബേസിസ് ഓഫ് 4 years പർച്ചേസ്. അങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എത്ര നമ്പർ ഉണ്ടോ, എത്ര എണ്ണം ഉണ്ടോ അതെല്ലാം ആഡ് ചെയ്യും, എന്നിട്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതും ഇവിടെയും അതുപോലെ തന്നെ. ഇവിടെ നമുക്ക് 5 year പ്രോഫിറ്റ് തന്നിരിക്കുകയാണ്. ഈ 5 year പ്രോഫിറ്റ് നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് അതിന്റെ നമ്പർ 5 കൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, അത് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ എന്തായി, ആവറേജ് പ്രോഫിറ്റ് ആയി. ആ ആവറേജ് പ്രോഫിറ്റിന് ക്വസ്റ്റ്യനിലുള്ള നമ്പർ ഓഫ് പർച്ചേസ് കൊണ്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മളിവിടെ ആവറേജ് പ്രോഫിറ്റ് കാണാണ്. ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു, ഇതെല്ലാം നമ്മളിപ്പോ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോഴാണ് കിട്ടുക 21,50,000 ഡിവൈഡഡ് ബൈ 5 എന്ന് വെച്ച് കഴിഞ്ഞാല് 1 2 3 4 5 ഡിവൈഡഡ് ബൈ 5. ഇതില് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 5 20, 3 5 15, പിന്നെ 1 2 3 4 4,30,000 ആൻസർ കിട്ടി. അതായത് 21,50,000 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പൊ 4,30,000 കിട്ടി. ഒന്നുകൂടി ഡിവൈഡ് ചെയ്ത് നോക്കിക്കോ കാൽക്കുലേറ്ററിൽ നിങ്ങൾ. 21 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു 4, ബാക്കി അവിടെ 1 ഉണ്ട്. 15 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു 3. അപ്പൊ 4,30,000 ആണ് ഇതിന്റെ ആവറേജ് പ്രോഫിറ്റ് വരും. ഇനി നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാതെ ഗുഡ്വില്ല് കാണാം. ഗുഡ്വിൽ ഈക്വൽ ടു 4,30,000 ഇൻറ്റു നമ്പർ ഓഫ് പർച്ചേസ് ഇവിടെ 4 ആണ്. 4 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഗുഡ്വില്ല് കിട്ടി. അതായത് 4,30,000 ഇൻറ്റു 4 ആണ് ചെയ്യാം. 4 ചെയ്യുമ്പോൾ നമുക്ക് 17,20,000 ഇതിന്റെ ഗുഡ്വില്ലിന്റെ വില കിട്ടും. ഇത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരമാണ്. ചില കാൽക്കുലേഷൻസിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, എന്നാലും നോക്കുക, നിങ്ങൾ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. എത്ര പ്രോഫിറ്റ് തന്നിട്ടുണ്ടോ ആ പ്രോഫിറ്റുകളെല്ലാം ആഡ് ചെയ്യുക, നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ആവറേജ് പ്രോഫിറ്റ് കിട്ടി. ഈ ആവറേജ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് പർച്ചേസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഇൻറ്റു ചെയ്ത് കൊടുത്താൽ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വില്ല് കിട്ടും. ഇനി നമ്മൾ അടുത്തത് ഇതേപോലെ തന്നെയാണ്, വേറൊരു മെത്തേഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആണ്. മെത്തേഡ് എന്താണ്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആണ്. ആവറേജ് പ്രോഫിറ്റ് അല്ല, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ആണ്. മെത്തേഡ് മാറിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഉണ്ട് കണ്ട 3 ഓൺ ദ ബേസിസ് ഓഫ് 3 years പർച്ചേസ്. ഓൺ ദി ബേസിസ് ഓഫ് 3 years പർച്ചേസ് ആണ്. അപ്പൊ ഇവിടെ ഓൺ ദ ബേസിസ് ഓഫ്
3 years പർച്ചേസ് ആണ്. അവിടെ ഉണ്ട് പർച്ചേസ് ഉണ്ട്, ഇൻറ്റു ചെയ്യാനായിട്ട് ഐറ്റം തരും, പക്ഷെ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് വെയ്റ്റഡ് ആവറേജ് കണ്ടുപിടിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് ഇത് തന്നെയാണ് നമ്മുടെ ഈ പ്രോബ്ലം തന്നെയാണ്. എക്സ്ട്രാ നമ്മൾ എന്ത് കൊടുക്കുക, 2 കോളം കൂടിയും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. സെയിം ഇതില് 2 കോളം കൂടിയും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഇയറും പ്രോഫിറ്റ് ആണ് തന്നേക്കുന്നത്. അടുത്ത കോളം നമ്മൾ വെയിറ്റ് ആണ് കൊടുക്കുന്നത്. വെയിറ്റ്, അടുത്ത കോളം വെയിറ്റ് കൊടുത്ത് അടുത്തത് പ്രൊഡക്റ്റ് കൊടുക്കും. ഇങ്ങനെ 3 കോളം. അതായത് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡില് ഗുഡ് വില്ല് കാണുന്നത് പ്രൊഡക്റ്റ് മെത്തേഡ്, പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചിട്ടാണ്. അപ്പൊ ഇവിടെ വെയിറ്റ് നമുക്ക് തന്നു, എല്ലാ ക്വസ്റ്റ്യനിലും വെയിറ്റ് തരും. നിങ്ങളോട് പറയും 1 2 3 4 5 എത്ര എണ്ണം ഉണ്ടോ അതിനങ്ങനെ തന്നെ കൊടുക്കാം. ഇപ്പൊ 4 എണ്ണം ഉള്ളെങ്കിൽ 1 2 3 4, 3 എണ്ണം ഉള്ളെങ്കിൽ 1 2 3 ഇങ്ങനെ കൊടുക്കാനാണ് പറയാ. അത് നമ്മൾ അതേപോലെ അങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് പ്രൊഡക്റ്റ് കാണാൻ എന്ത് ചെയ്യുക, ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെ എമൗണ്ടുകൾ തമ്മിൽ എന്ത് ചെയ്ത് കൊടുക്കുക, മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് തന്നെ 20,000 ആണ് വരിക. സെക്കൻഡ് വൺ 48,000 വരും. 24 × 2 ആണ് 48,000 വരും. അടുത്തത് 30,000 × 3 ആണ്, അപ്പൊ അത് 90,000 വരും. 25,000 × 4 1 lakh വരും. 18,000 × 5 90,000 വരും. ഇത് നേരെ, അതായത് പ്രോഫിറ്റും വെയിറ്റും കൂടി നേരെ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, ഇൻറ്റു ചെയ്ത് കൊടുത്തു, മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി അതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുകയാണ് ചെയ്യാം. ഇതിന്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കും. ടോട്ടൽ വെയിറ്റ്, ടോട്ടൽ പ്രൊഡക്റ്റ് ഈക്വൽ ടു ടോട്ടൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. ടോട്ടൽ പ്രൊഡക്റ്റ് ഈക്വൽ ടു നമ്മൾ ഇതെല്ലാവരും കൂടി പ്ലസ് ചെയ്ത് കൊടുക്കാം. 40 20 48 68 കിട്ടും. 68ഉം 90 158 കിട്ടി. 158ഉം 1ഉം 258, 258ഉം 90ഉം 348 കിട്ടി. 3,48,000 കിട്ടും. ഇത് എല്ലാവരും കൂടിയും ആഡ് ചെയ്ത് വരുമ്പോൾ 3,48,000 കിട്ടും. ഡിവൈഡഡ് ബൈ വെയിറ്റ് ആഡ് ചെയ്യുക. വെയിറ്റ് 1 2 3 6 10 15 വരും. വെയിറ്റും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ വെയിറ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 15 കിട്ടി. ഇത് നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 3,48,000 ആണ്. അപ്പൊ 3,48,000 15 കൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 30ന് 15 34ല് 15 2 ടൈംസ് പോകും. ബാക്കി 4 ആണ്. 48ലാണെങ്കിൽ അത് 48ല് 45ല് 3 ടൈംസ് പോയി. ബാക്കി ഇവിടെ വരുന്നത് 30 ആണ്. 30ല് 2 ടൈംസ് പോയി. പിന്നെ 2 0 ബാക്കിയുണ്ട്. ഡിവൈഡ് ചെയ്ത് 34നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 15 × 2 30 ആണ്. അപ്പൊ 2 ടൈംസ്. പിന്നെ ഇവിടെ 4 ഉണ്ട് ബാക്കി. 4 8 48ല് 3 അപ്പൊ 45 കിട്ടും. 45 മൈനസ് ചെയ്താൽ വീണ്ടും അവിടെ 3 ഉണ്ട്. 30ല് 2 പിന്നെ 2 0 ബാക്കിയുണ്ട്, അത് കൊടുത്തിട്ട്. അപ്പൊ ഇവിടെ വെയിറ്റ് ടോട്ടൽ പ്രൊഡക്റ്റിന് വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി, 23,400 കിട്ടി. ഇത് നമ്മുടെ എന്താണ്, ആവറേജ്, വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇതെന്താണ്, വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് ആണ്. വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് ആണ് 23,200 കിട്ടിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഗുഡ് വില്ല് കാണാം. ഗുഡ് വില്ല് ഈക്വൽ ടു 23,200 ഇൻറ്റു ഇവിടെ നമുക്ക് എന്തുണ്ട് നോക്കണം, 3 years പർച്ചേസ് കണ്ടോ, ഇൻറ്റു 3 years പർച്ചേസ് ഇൻറ്റു 3 ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 0 0 2 × 3 6 6 3 × 3 9 2 × 3 6 ആൻസർ കിട്ടി. ഗുഡ് വില്ല് കിട്ടി. വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ് വില്ല്. ഈ കഴിഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ കിടക്കുന്നത്. അതിങ്ങനെയാണ് വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ചെയ്യാം.
ക്വസ്റ്റ്യനിൽ ഇയർ എന്നുണ്ടാകും, പ്രോഫിറ്റ് എന്നുണ്ടാകും, വെയിറ്റ് നമുക്ക് അവർ അലൗ ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെ പറയും വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് 5 ഇങ്ങനെ വെയിറ്റ് തരും. അപ്പോൾ വെയിറ്റ് നമ്മൾ എഴുതി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? പ്രോഫിറ്റിൻ്റെ എമൗണ്ടും വെയിറ്റിൻ്റെ എമൗണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കാണണം. അതിൻ്റെ ടോട്ടൽ മാത്രം കണ്ടാൽ പോരാ, വെയിറ്റിൻ്റെ ടോട്ടലും കാണാം. എന്നിട്ട് പ്രൊഡക്റ്റിൻ്റെ ടോട്ടലിനെ വെയിറ്റിൻ്റെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആവറേജ് വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് കിട്ടി. അത് നമുക്ക് 23,200 കിട്ടി. ആ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിലുള്ള എത്ര ഇയേഴ്സ് പർച്ചേസ് ആണോ അതുകൊണ്ട് എന്ത് ചെയ്ത് കൊടുക്കുക? മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ് വില്ലായി. അടുത്തത് വേറൊരു മെത്തേഡാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. അത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഈ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ സൂപ്പർ പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് മൈനസ് ചെയ്യണം. ഈ നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ബിസിനസ് സ്ഥാപനവും ഒരു ഇത്ര രൂപ പ്രതീക്ഷിച്ചിട്ടാണ്, ലാഭം പ്രതീക്ഷിച്ചിട്ടാണ് അവർ തുടങ്ങുക. അതേ സ്വഭാവത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ നമ്മുടെ ലൊക്കാലിറ്റിയിലുണ്ട്. ആ ലൊക്കാലിറ്റിയിലുള്ള ആ സ്ഥാപനത്തിന് ഇത്ര രൂപ ലാഭം ഉണ്ടെങ്കിൽ അത്രയ്ക്കെങ്കിലും നമുക്ക് എന്ത് കിട്ടണം? പ്രോഫിറ്റ് കിട്ടണം. അതാണ് നോർമൽ പ്രോഫിറ്റ് എന്ന് വിചാരിക്കണം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമുക്ക് എത്ര കിട്ടുന്നുവോ അതാണ് സൂപ്പർ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ നമ്മൾ എത്ര രൂപയാണോ പ്രോഫിറ്റ് നമ്മൾ ഏൺ ചെയ്യുന്നത്, ആ ഏൺ ചെയ്യുന്ന ആക്ച്വൽ പ്രോഫിറ്റ് എത്രയാണോ അതിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? സൂപ്പർ പ്രോഫിറ്റ് എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ ആവറേജ് പ്രോഫിറ്റ് ആണ് നമ്മൾ വിചാരിക്കുന്നത്. ഇത്രയും രൂപ കഴിഞ്ഞ വർഷത്തേതിനെ അപേക്ഷിച്ച് ഈ വർഷം ലാസ്റ്റ് ഇയറിൽ ഇത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നോ, ഈ വർഷം പ്രോഫിറ്റ് ഇത്ര രൂപ വരും എന്ന് നമ്മൾ ആക്ച്വൽ പ്രോഫിറ്റ് പ്രതീക്ഷിക്കുകയാണ്. അതിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ സിമിലർ ടൈപ്പ് ഓഫ് ബിസിനസ് ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് ആണ് നോർമൽ പ്രോഫിറ്റ്. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൂപ്പർ പ്രോഫിറ്റ് കിട്ടി. ഇനി ഈ നോർമൽ പ്രോഫിറ്റ് കിട്ടാനായിട്ട്, അതായത് നമ്മൾ ഏതൊരു സ്ഥാപനം ഇപ്പോൾ ഒരു 5 വർഷത്തേക്ക് നമ്മൾ 1 ലക്ഷം രൂപ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും വർഷത്തേക്ക് ഇൻട്രസ്റ്റ് കിട്ടും, പെർമനന്റ് ഇൻട്രസ്റ്റ് കിട്ടും, നമ്മൾ ഒരു വർക്കും ചെയ്യണ്ട. അപ്പോൾ ആ രൂപയെ നമ്മൾ നോർമൽ പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ നോർമൽ പ്രോഫിറ്റ് കാണുവാൻ ക്യാപിറ്റൽ എംപ്ലോയിഡ്, അതായത് ഇൻവെസ്റ്റ് ചെയ്ത തുക, ഫേമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100, എത്ര രൂപ എത്ര പെർസെന്റ് പ്രോഫിറ്റ് കിട്ടും, അത് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നോർമൽ പ്രോഫിറ്റ് കിട്ടുക. ആവറേജ് പ്രോഫിറ്റ് നമ്മൾ ഫസ്റ്റ് മോഡലിൽ ചെയ്ത പോലെ പ്രോഫിറ്റുകൾ എത്ര എണ്ണുണ്ടോ അതൊക്കെ ആഡ് ചെയ്യുക, നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ആവറേജ് പ്രോഫിറ്റ് ആയി. ഈ ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? നോർമൽ പ്രോഫിറ്റ് മൈനസ് ചെയ്യണം. എന്നിട്ട് സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. ആ സൂപ്പർ പ്രോഫിറ്റിന് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യനിലും ഉള്ളതുപോലെ, ഗുഡ് വില്ല് കണ്ടുപിടിക്കുന്ന എല്ലാ പ്രോബ്ലത്തിലും ഉള്ളതുപോലെ എന്തുണ്ടാകും? ഈ നമ്പർ ഓഫ് പർച്ചേസ് ഉണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്ത് കൊടുക്കുക? മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നോക്കാം. ഫേംസ് പ്രോഫിറ്റ് ഡ്യൂറിങ് 2020, 21, 22 were 18,000, 20,000 and 22,000 റെസ്പെക്റ്റീവ്ലി. അവിടെ ആദ്യത്തെ 3 വർഷം പ്രോഫിറ്റ് ആണ്. ദ ഫേം ഹാസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് 1 lakh റുപ്പീസ് ആണ് അവർ ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. A fair return on investment is 10% per annum. Calculate the value of goodwill on the basis of 2 years purchase of average profit. ഇത് നിങ്ങൾ ഈ ഭാഗം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തോളണം. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്, നിങ്ങൾ അത് ചെയ്തു നോക്കിക്കൊള്ളണം. അത് നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് ചെയ്തു നോക്കാം. ഫസ്റ്റ് മോഡൽ ക്വസ്റ്റ്യന്റെ ടൈപ്പാണത്. അത് നിങ്ങൾ ചെയ്തു നോക്കാം. 3 years പർച്ചേസ് സൂപ്പർ പ്രോഫിറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഞാൻ എഴുതുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഫസ്റ്റ് മോഡൽ അനുസരിച്ച്, ഫസ്റ്റ് മോഡലാണ് ഇതുവരെ കിടക്കുന്നത്, അത് വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത് ചെയ്തു നോക്കുക, ക്വസ്റ്റ്യൻ ചെയ്തു നോക്കണം. എന്നിട്ട് ആൻസർ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. 3 years പർച്ചേസോ സൂപ്പർ പ്രോഫിറ്റ് മാത്രമാണ് ഞാനിവിടെ ചെയ്യാൻ പോണത്.
അപ്പൊ ഇവിടെ ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം 18,000 പ്ലസ് 20,000 പ്ലസ് 22,000 ഡിവൈഡഡ് ബൈ 3. അതാണ് നമ്മുടെ ആവറേജ് പ്രോഫിറ്റ്. 18,000 പ്ലസ് 20,000 പ്ലസ് 22,000 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ അവിടെ 22 18ഉം 20ഉം 38,000 38 40 50,000 60,000 കിട്ടും. 20 22 42 42 8ഉം 50 60,000 ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്ററിലൊക്കെ ആഡ് ചെയ്ത് നോക്കണം. 60,000 ഡിവൈഡഡ് ബൈ 3 കിട്ടി ഈക്വൽ ടു 20,000 നമുക്ക് എന്ത് കിട്ടി? ആവറേജ് പ്രോഫിറ്റ് കിട്ടി. 20,000 ആവറേജ് പ്രോഫിറ്റ് ആണ്. ഇനി വേണ്ട നമുക്ക് നോർമൽ പ്രോഫിറ്റ് ആണ്. നോർമൽ പ്രോഫിറ്റ് അടുത്തത് വേണ്ടത് എന്താണ്? നോർമൽ പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഈ നോർമൽ പ്രോഫിറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു റേറ്റ് ബൈ 100 ആണ്. ക്വസ്റ്റ്യനിലുണ്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അവര് 1 lakh rupees ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അത് 10% അതിന്മേല് പ്രോഫിറ്റും പറയും, നോർമൽ പ്രോഫിറ്റും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച 1 lakh ഇൻറ്റു 10/100 ഈക്വൽ ടു 10,000 നോർമൽ പ്രോഫിറ്റും കിട്ടി. ഇനി നമുക്കറിയേണ്ടത് സൂപ്പർ പ്രോഫിറ്റ് ആണ്. ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് മൈനസ് ചെയ്യുക. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയത് 20,000 ആണ്. നോർമൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയത് 10,000 ആണ്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് 10,000 സൂപ്പർ പ്രോഫിറ്റും കിട്ടി. ഇനി വേണ്ടത് ഗുഡ്വിൽ ആണ്. ഗുഡ്വിൽ എന്ന് പറയുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവര് 3 years പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ആണ്. Therefore ഗുഡ്വിൽ ഈക്വൽ ടു നമ്മുടെ സൂപ്പർ പ്രോഫിറ്റ് 10,000 ആണ് ഇൻറ്റു എത്ര ഇയേഴ്സ് പർച്ചേസ് ആണ്? 3 ആണ്. 3 years പർച്ചേസ് ഈക്വൽ ടു 30,000. ഇതാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡില് ഗുഡ്വില്. ഫസ്റ്റ് പോയിന്റ് മെത്തേഡിലല്ല. ഫസ്റ്റ് പോയിന്റിൽ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ്. അത് ഞാനിവിടെ ചെയ്തിട്ടില്ല. അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് വേണം അതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. ഞാനിവിടെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ നമുക്ക് 30,000 ആണ് ഗുഡ്വില്ലിന്റെ എമൗണ്ട്. അടുത്തത് മൂന്നാമത്തെ മെത്തേഡാണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ഗുഡ്വിൽ ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ്സ് മൈനസ് നെറ്റ് അസറ്റ്സ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് സ്ഥാപനത്തിന്റെ യഥാർത്ഥത്തിലുള്ള വില, ഒരു സ്ഥാപനത്തിന് അതായത് ഒരു ഫേമിന് മാർക്കറ്റിൽ ഒരു വാല്യൂ ഉണ്ട്. ആ വിലയിൽ നിന്ന് അവരുടെ ടോട്ടൽ അസറ്റിന്റെ വില, അതായത് അവരുടെ നെറ്റ് അസറ്റ്, എത്ര രൂപയുടെ അസറ്റ് അവരുടെ കയ്യിലുണ്ട്, ആ അസറ്റിന്റെ വാല്യൂ മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ്വില് കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പൊ നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞതാണ് ടോട്ടൽ അസറ്റ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ആണ്. നമ്മുടെ കയ്യിലുള്ള അസറ്റിന്റെ വിലയിൽ നിന്ന് നമ്മൾ കൊടുക്കാനുള്ളവരുടെ കാശൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്തായി? നെറ്റ് അസറ്റ് കിട്ടി. ഇനി അടുത്ത് വന്നത് നെറ്റ് അസറ്റ് ഈക്വൽ ടു ഫേംസ് ക്യാപിറ്റൽ ആണ്. നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഫേമിന് ഇപ്പോഴുള്ള ക്യാപിറ്റലിന്റെ തുകയാണ്. അതിനേക്കാളും വലിയ വില എവിടെ ഉണ്ടാകും? ആ ഫേമിന് മാർക്കറ്റിൽ ഉണ്ടാകും. അതാണ് ക്യാപിറ്റലൈസ്ഡ് ആവറേജ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ബിസിനസ് എന്ന് വിളിക്കുന്നത് അത് തന്നെയാണ്. ഇനി ഇതിൽ ഗുഡ്വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ബിസിനസ്സിൽ നിന്ന് എന്ത് കൊടുക്കണം? നെറ്റ് അസറ്റ് നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കണം. ഇവിടെ വേറൊരു പ്രോബ്ലം നമുക്ക് തന്നേക്കാണ്. ക്യാപിറ്റലൈസേഷൻ കണ്ടുപിടിക്കുക, ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ഗുഡ്വിൽ കണ്ടുപിടിക്കുക. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ഗുഡ്വിൽ കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുകയാണ്. പല പേരുകളിലും ചോദിക്കും. കാൽക്കുലേറ്റ് ഗുഡ്വിൽ, ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ബിസിനസ്, കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ അഥവാ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്, ഇതൊക്കെ കാണാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ ഇതെല്ലാം ഒരു മോഡൽ തന്നെയാണ്. അത് ശ്രദ്ധിച്ചാൽ മതി. കമ്പനിയിൽ നെറ്റ് അസറ്റ് ഉണ്ടോ എന്ന് നോക്കാം, അസെറ്റ് ഉണ്ടോ ലാബിലിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കാം. അസെറ്റും ലാബിലിറ്റി ഉണ്ടെങ്കിൽ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്, സിമ്പിൾ ക്യാപിറ്റലൈസേഷൻ മെത്തേഡില് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ആദ്യം മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇവിടെ
business has earned average profit of rupees 1 lakh during the last few years, and the normal rate of return in a similar business is 10%. Ascertain the value of goodwill by capitalization of average profit method, given that the value of net assets of the business is rupees 8,20,000. അസറ്റിന്റെ വിലയും തന്നിട്ടുണ്ട്, ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, നോർമൽ റിട്ടേൺ തന്നിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിലെ ഗുഡ് വിൽ കാണാൻ പറ്റുള്ളൂ. അവിടെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡോ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി പോണത് നമ്മൾ. അപ്പൊ ഇവിടെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാണാനായിട്ട് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 10 റേറ്റ്. ഇവിടെ നമുക്ക് റേറ്റ് 10 ആണ്. അപ്പൊ 100 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് നമ്മുടെ ക്വസ്റ്റിനിൽ തന്നേക്കുന്നത് 1 lakh ആണ്, ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ 10 lakh rupees ആണ് നമ്മുടെ എന്ത് കിട്ടുക, ടോട്ടൽ വാല്യൂ ഓഫ് ബിസിനസ് കിട്ടാം. ടോട്ടൽ വാല്യൂ ഓഫ് ബിസിനസിനെയാണ് എന്ത് വിളിക്കുക, ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയാം. ഇനി നെറ്റ് അസെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, അവര് നേരെ പറഞ്ഞിട്ടുണ്ട് നെറ്റ് അസെറ്റ് ഓഫ് ദി ബിസിനസ് ഈസ് 8,20,000 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗുഡ് വിൽ കണ്ടുപിടിക്കുക. ഗുഡ് വിൽ ഈക്വൽ ടു 10 lakh മൈനസ് നെറ്റ് അസെറ്റ് ആണ്. നെറ്റ് അസെറ്റ് 8,20,000 ആണ്. മൈനസ് ചെയ്യുമ്പോൾ 1,80,000 ഗുഡ് വില്ലിന്റെ വാല്യൂ ആണ്. സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മാത്രം എടുത്തേക്കണ ക്വസ്റ്റ്യൻ ആണ്, ഒന്നും ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ല. എല്ലാ ക്വസ്റ്റ്യനും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നോക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി മനസ്സിലാക്കി പോകുക. അല്ലാതെ അക്കൗണ്ടൻസി കാണാപ്പാടം പഠിച്ചിട്ട് ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യന്റെ മെത്തേഡുകൾ മനസ്സിലാക്കിയിട്ട് ഏത് മെത്തേഡിലൂടെ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ക്വസ്റ്റ്യൻ കുറേ നിങ്ങൾ വായിച്ചുമായി പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ വരയ്ക്കുന്ന അണ്ടർലൈൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾ ക്ലിയർ ആക്കി നോക്കിക്കഴിഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. വ്യത്യാസം മനസ്സിലാവുള്ളൂ. പ്രോബ്ലം ചെയ്യാനുള്ള ക്വസ്റ്റ്യന്റെ വ്യത്യാസം മനസ്സിലാവുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇത് കിട്ടിക്കഴിയുമ്പോൾ ഏത് മെത്തേഡ് ചെയ്യണമെന്നുള്ള ഡൗട്ടായിരിക്കും നമുക്ക്. ഇത് എങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് മനസ്സിലായി പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ളൊരു ഡൗട്ട് വരികയില്ല. ഇതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെയാണ് കേട്ടോ. അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗുഡ് വില്ലിന്റെ വാല്യൂ ആയാലും എന്തായാലും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി നിങ്ങൾ സ്വന്തമായി ചെയ്ത് നോക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഗുഡ് വിൽ കാൽക്കുലേഷനിലെ 3 ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് വൺ, തേർഡ് വൺ. ഇത് 3 എണ്ണം നിങ്ങൾ ചെയ്തു നോക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വന്നത് the goodwill of a firm is to be worked out at 3 years purchase of average profits. Average profits അനുസരിച്ച് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡില് ഗുഡ് വിൽ കണ്ടുപിടിക്കുക. അവിടെ 3 years purchase of ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് ഏത് മെത്തേഡിലാണ് കണ്ടുപിടിക്കണം എന്നൊക്കെ മനസ്സിലാക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് തരുന്നത് നോക്കിയാൽ പ്രോഫിറ്റ് ഓർ ലോസ് ആണ് തന്നേക്കുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് വൺ പ്രോഫിറ്റ് 10,000, സെക്കൻഡ് പ്രോഫിറ്റ് 15,000, തേർഡ് വൺ 4,000 പ്രോഫിറ്റ്, ഫോർത്ത് വൺ 5,000 ലോസ് ആണ്, ഫിഫ്ത്ത് വൺ 6,000 പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആവറേജ് പ്രോഫിറ്റ് കാണാൻ നമ്മൾ എടുക്കേണ്ടത് ഈ 10,000 പ്ലസ് 15,000 പ്ലസ് 4,000 പ്ലസ് 6,000 മൈനസ് 5,000 ഡിവൈഡഡ് ബൈ നമ്പർ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ആവറേജ് പ്രോഫിറ്റ് കിട്ടുക. അങ്ങനെ നിങ്ങൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കണ്ടുപിടിക്കാം. സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത് അതർ മെത്തേഡ് ആണ്. വേറൊരു മെത്തേഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന മോഡൽ മെത്തേഡ് ആണ്. The capital of the firm is rupees 1 lakh and the normal rate of return 8%. The average profit for the last 5 years were rupees 12,000
and goodwill is to be worked out at 3 years purchase of super profit. Super profit കണ്ടുപിടിച്ചിട്ട് സൂപ്പർ പ്രോഫിറ്റിന് നമ്പർ ഓഫ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാനുള്ളതാണ്. മെത്തേഡ് ഏതാണ്? ഇവിടെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആണ്. നമ്പർ ഓഫ് പർച്ചേസ് ഇവിടെ ഉണ്ട് 3 years. കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കി സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ പ്രോബ്ലം ചെയ്ത് വെക്കാം. അടുത്തത് മൂന്നാമത്തെ മെത്തേഡ് നോക്കാം. രാമ ബ്രദേഴ്സ് ഏൺ ആൻ ആവറേജ് പ്രോഫിറ്റ് ഓഫ് ₹30,000 വിത്ത് എ ക്യാപിറ്റൽ ഓഫ് ₹2 lakh. 2 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ട്. ഈ സമയത്ത് അവരുടെ പ്രോഫിറ്റ് 30,000 രൂപ ആവറേജ് പ്രോഫിറ്റ് ആണ്. ദി normal rate of return to business is 10% using the capitalization of super profit, the value of goodwill of the firm. Capitalization of super profit ആണ്. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ക്യാപിറ്റലിന്റെ 10% തന്നാൽ കിട്ടിയാൽ നമുക്കത് നോർമൽ പ്രോഫിറ്റ് ആയി. 2 lakh into 10/100 നോർമൽ പ്രോഫിറ്റ് ആണ്. നോർമൽ പ്രോഫിറ്റിന് ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്ത് കൊടുക്കുമ്പോൾ സൂപ്പർ പ്രോഫിറ്റ്. ഈ സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റേറ്റിനെ നമ്മൾ റിവേഴ്സ് ചെയ്യാന്നാണ് അല്ലെ. അപ്പൊ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് ഗുഡ് വില്ല് കിട്ടും. ഇത് നിങ്ങൾ സ്വന്തമായിട്ടൊക്കെ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം. ഇനി ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അതായത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അത് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അടുത്ത വീഡിയോയിൽ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരും.